എന്താണ് GST? എന്തിനാണ് നമ്മുടെ രാജ്യത്ത് GST വന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. ഇന്ത്യയിൽ GST വരുന്നതിൻ്റെ മുന്നേയുള്ള ടാക്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് GSTയിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുള്ളൂ. മനസ്സിലായി. ഒരു മാനുഫാക്ചർ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ GST വരുന്നതിൻ്റെ മുന്നേ സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന ഒരു ടാക്സും ദെൻ വാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സും ഉണ്ട്. നമ്മളെ രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്ത് എന്ത് വേണം? കുറേ ഫോറിൻ കറൻസികൾ വരണം. GST വരുന്നതിന് മുന്നേയുള്ള പ്രോബ്ലം എന്താണെന്നറിയോ? ഓരോ സ്റ്റേറ്റിലും അവരുടെ പ്രൊഡക്റ്റിന് വ്യത്യസ്ത ടാക്സ് റേറ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് പറയാണ് സ്റ്റേറ്റുകളോട് അതിൻ്റെ 50% നിങ്ങൾക്ക് തരാം, 50% ഞാൻ എടുത്തോളാം. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സന്തോഷം നമ്മുടെ പുതിയ ചാനലിന് നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചാനൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫിനാൻസ് നിഖിൽ വരുന്നു, ബിസിനസ്സിൻ്റെ പുതിയ തലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ രഞ്ജിത്ത് രാജുണ്ട് നമ്മുടെ കൂടെ, സെയിൽസിൻ്റെ കാര്യങ്ങൾ, അതിലെങ്ങനെ ഒരു സെയിൽസ്മാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇമോഷണൽ സെയിൽസിനെ കുറിച്ച് സംസാരിക്കാൻ റിയാസ് ബായ് ഉണ്ട്. ഇനി ഒരു പ്ലേലിസ്റ്റ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫിനാൻസ് ആൻഡ് ടാക്സേഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട് സയ്യിദ് സീജൻ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 6 വർഷമായിട്ടുള്ള ഞങ്ങളുടെ സൗഹൃദമാണ്. അപ്പോൾ ഇനി ഈ ഒരു സീരീസിൽ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സീരീസിൽ സയ്യിദ് നമ്മുടെ കൂടെയുള്ള ജേണി ഉണ്ട് അല്ലേ? സന്തോഷം അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. GST, അതിൻ്റെ ടാക്സ് വരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ട് ഇതെല്ലാം ഓരോരോ എപ്പിസോഡുകളായിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ? ഇപ്പം ആദ്യം തന്നെ GST, ഇപ്പം ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ GST വാങ്ങിക്കുന്നുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് GST? എന്തിനാണ് നമ്മുടെ രാജ്യത്ത് GST വന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. ശരിക്കും നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. യെസ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള ടാക്സുകളുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാക്സ് പേ ചെയ്യുന്ന ആൾ നേരിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് അതിന് യെസ്, അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. അതേസമയത്ത് ടാക്സ് പേ ചെയ്യുന്ന ആൾ നേരിട്ട് കൊടുക്കാതെ ഒരു ഇന്റർമീഡിയറിയുടെ കയ്യിൽ ടാക്സ് കൊടുക്കുകയും ആ ഇന്റർമീഡിയറി പിന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അത് GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, ഇപ്പം GST നമ്മുടെ രാജ്യത്ത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ബാക്കിൽ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ആംഗിളിൽ കയറിയിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും. വളരെ സിമ്പിളായിട്ട് ഒരു ബിസിനസ്മാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ പോലും GSTയെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. അത് മതി. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്ക് ബിസിനസ്സുകളെ നമ്മുടെ രാജ്യത്ത് 3 തരത്തിലുള്ള ബിസിനസ്സുകളായിട്ടാണ് കാണാൻ പറ്റുക. ഒരു ബിസിനസ് ട്രേഡിംഗ് ബിസിനസ്സാണ്, വേറെ ഒന്ന് മാനുഫാക്ചറിങ് ബിസിനസ്സാണ്, വേറെ ഒന്ന് സർവീസ് ബിസിനസ്സാണ്. ഇപ്പോൾ ഒരു ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് വാങ്ങിയിട്ട് അതേ ഗുഡ്സിനെ തന്നെ കസ്റ്റമർക്ക് വിൽക്കുന്ന ബിസിനസ് ആണെങ്കിൽ അതാണ് ട്രേഡിംഗ് ബിസിനസ്. ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പ്, ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്, ഒരു മെഡിക്കൽ ഷോപ്പ്, ഇതൊക്കെ ശരിക്കും ഒരു ട്രേഡിംഗ് ബിസിനസ്സാണ്. ഇനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് അതിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ആ പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, മാനുഫാക്ചറിങ് ബിസിനസ്സാണ്. ഇനി മൂന്നാമത്തെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ബിസിനസ്സാണ്. പ്യൂർലി സർവീസ് കൊടുക്കുന്ന കമ്പനികൾ. അപ്പോൾ ഇബാദ ടെക് കമ്പനി ഒരു സർവീസ് കമ്പനിയാണ്. ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ്, അമ്യൂസ്മെന്റ് പാർക്കുകൾ, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതെല്ലാം ആക്ച്വലി ഒരു സർവീസ് ബേസ്ഡ് ടാൻജിബിൾ അല്ലാത്ത പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി നമുക്കൊരു സർവീസാന്ന് പറയാൻ പറ്റും. മനസ്സിലായി. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളെ രാജ്യത്തുള്ള ടാക്സ് പിരിക്കുന്നത് നമ്മളെ രാജ്യത്ത് പ്രധാനമായിട്ടും നമ്മളെ കൺട്രിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബേസിലായിരിക്കും ടാക്സ് പിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാജ്യത്ത് ഒരു 3 ടയർ സിസ്റ്റത്തിലാണ് ഭരണം പോകുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ. ഇതിൽ റവന്യൂ കണ്ടെത്തേണ്ടത് പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമാണ്.
ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ആണെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് എന്താണ്? ടാക്സ് ആണ്. ടാക്സ് ആണ്. അപ്പോൾ നമ്മളെ രാജ്യത്ത് ടാക്സ് ഇല്ലെങ്കിൽ ഗവൺമെൻറ് പിടിച്ചു നിൽക്കാൻ പോലും പറ്റൂല. ഓക്കെ, അപ്പോൾ പല തരത്തിലുള്ള ടാക്സുകൾ രാജ്യത്തുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ടാക്സാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന GST. ഇപ്പോൾ GSTയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ 3 ബിസിനസ്സുകളുടെ ടാക്സിനെ കുറിച്ച് പഠിച്ച് നമ്മൾ അതിലൂടെ കയറി പോകുമ്പോൾ GST നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതാ വേണ്ടത്. ഇപ്പോൾ 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് എന്ത് വരുന്നത്? GST വരുന്നത്. 2017 ജൂലൈ 1. അപ്പോൾ 2017 ജൂലൈ 1 മുന്നേ ഇന്ത്യയിൽ GST വരുന്നതിൻ്റെ മുന്നേയുള്ള ടാക്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് GSTയിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുള്ളൂ. മനസ്സിലായി. ഇപ്പോൾ ഈ 3 തരത്തിലുള്ള ബിസിനസ്സുകൾ, ട്രേഡിംഗ് ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, സർവീസ് ആവട്ടെ, ഈ 3 തരത്തിലുള്ള ബിസിനസ്സുകളും പലതരത്തിലുള്ള ടാക്സുകളായിരുന്നു പിരിച്ചിരുന്നത്. മനസ്സിലായി. ഒരു ട്രേഡിംഗ് ബിസിനസ് GST വരുന്നതിൻ്റെ മുന്നേ പിരിച്ചിരുന്ന ടാക്സ് വാല്യൂ ഓർഡർ ടാക്സ് അഥവാ വാറ്റ് എന്ന് പറയുന്ന ടാക്സ് ആയിരുന്നു. ഒരു ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ വാറ്റാണ് പിരിച്ചത്. കാരണം അവരുടെ മെയിൻ ആക്ടിവിറ്റി ഗുഡ്സ് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ വാറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽ ടാക്സ് ആണ്. ഓക്കെ, പക്ഷെ ഇപ്പോൾ UAE വാറ്റ് ഉണ്ട്. അവിടെ ഗുഡ്സിന്റെ മുകളിൽ മാത്രമല്ല, ഗുഡ്സിന്റെയും സർവീസിന്റെയും മുകളിലുണ്ട്, നമ്മളിപ്പോഴത്തെ GST പോലെ. പക്ഷേ GST വരുന്നതിന്റെ മുന്നേ ഇന്ത്യയിലുണ്ടായിരുന്ന വാറ്റ് മെയിനായിട്ടും ഗുഡ്സിന്റെ മുകളിലായിരുന്നു പിരിച്ചിരുന്നത്. അപ്പോൾ ഒരു ട്രേഡിംഗ് ബിസിനസിന്റെ ടാക്സ് പണ്ട് എന്തായിരുന്നു? വാറ്റായിരുന്നു. ഇനി ഒരു മാനുഫാക്ചറിംഗ് ബിസിനസിന്റെ GST വരുന്നതിന്റെ മുന്നേ അവിടെ 2 ടാക്സ് ഉണ്ടായിരുന്നു. കാരണം അവിടെ 2 ആക്ടിവിറ്റി അവിടെ ഉണ്ട്. ഒന്ന്, അവർക്കൊരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ട്. 2, അവർക്ക് സെയിലും ഉണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് അവർക്ക് സെയിൽ ചെയ്യണം. അപ്പോൾ അവിടെ 2 ടാക്സ് ഉണ്ടായിരുന്നു. ഒരു മാനുഫാക്ചർ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ GST വരുന്നതിന്റെ മുന്നേ സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന ഒരു ടാക്സും ദെൻ വാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സും ഉണ്ട്. സെൻട്രൽ എക്സൈസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ മുകളിലും, വാറ്റ് എന്ന് പറയുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴാണ് അവർ 2 ടാക്സ് പിരിക്കുക. ഇപ്പോൾ ഒരു മാനുഫാക്ചർ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അവരെ കസ്റ്റമറോട് അവരുടെ ബില്ലിൽ 2 ടാക്സ് കളക്ട് ചെയ്യും. സെൻട്രൽ എക്സൈസും കളക്ട് ചെയ്യും, വാറ്റും കളക്ട് ചെയ്യും. ഇനി 3ാമത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സർവീസ് ബിസിനസ് ആണ്. അവിടെ ഉണ്ടായിരുന്നത് സർവീസ് ടാക്സ് ആണ്. ഇനി നമുക്ക് ഇതിനെ ഒരു വളരെ എന്താ പറയുക, വേറൊരു ആംഗിളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പം ഞാൻ പറഞ്ഞു, ഓരോ ടാക്സുകളും ഓരോ ഗവൺമെൻറ്റുകൾക്കാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നമ്മളെ രാജ്യത്തിലെ ഭരണഘടന പ്രകാരം വാല്യൂ ഓർഡർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ടാക്സ് ആയിരുന്നു. അതായത് സംസ്ഥാന സർക്കാരുകളുടെ ടാക്സാണ്. സെൻട്രൽ എക്സൈസും സർവീസ് ടാക്സും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സുമാണ്. അപ്പോൾ ഇവിടെ അതിന് സ്റ്റേറ്റിന് പങ്കില്ല. അപ്പോൾ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അഥവാ ട്രേഡിംഗ് ബിസിനസ് കളക്ട് ചെയ്യുന്ന ആക്ച്വലി വാറ്റാണല്ലോ, അത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരുകൾക്കുള്ളതാണ്. കിട്ടും. ഒരു സർവീസ് ബിസിനസിന്റെ ടാക്സ് ആക്ച്വലി സർവീസ് ടാക്സ് ആണ്. അത് കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെന്റിന് കിട്ടും. ഇനി മാനുഫാക്ചറിംഗ് ബിസിനസ് ആണുള്ളത്, അവിടെ 2 ടാക്സ് ഉണ്ട്. സെൻട്രൽ എക്സൈസും ഉണ്ട്, വാറ്റും ഉണ്ട്. സെൻട്രൽ എക്സൈസ് സെൻട്രൽ ഗവൺമെന്റിനും കിട്ടും, അവിടുത്തെ വാറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനും കിട്ടും. അതായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കാര്യം. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ശരിക്കും ഒരു സയന്റിഫിക് അലോക്കേഷൻ പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ സെൻട്രൽ എക്സൈസും സർവീസ് ടാക്സിനും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം അത് ലോക്സഭയും രാജ്യസഭയും അടങ്ങുന്ന പാർലമെന്റാണ് ആ നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് രാജ്യം മുഴുവനും ഒരേ റേറ്റ് ഓഫ് ടാക്സ് ആയിരുന്നു ആ നിയമത്തിനുണ്ടായിരുന്നത്. ഇപ്പം രാജ്യത്ത് ഏത് സർവീസ് ബിസിനസ് ആണെങ്കിലും, ഏത് മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിലും സെൻട്രൽ എക്സൈസിൻ്റെയും സർവീസ് ടാക്സിൻ്റെയും റേറ്റ് ഓഫ് ടാക്സ് സെയിം ആണ്. എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഒരേ ടാക്സാണ് സെൻട്രൽ എക്സൈസിലും സർവീസ് ടാക്സിലും കൊടുക്കേണ്ടത്. കാരണം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമാണ്. സെയിം ടൈം വാല്യൂ ഓർഡർ ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ശരിക്കും ആരുടെ ടാക്സാണ്? സംസ്ഥാന സർക്കാരുകളുടെ ടാക്സാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളും അവർക്ക് അനുയോജ്യമായ വാറ്റാണ് പിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന മൊബൈൽ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന TV, AC, റെഫ്രിജറേറ്റർ എന്തും ആവട്ടെ, ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ടാക്സ് വാറ്റിൽ പണ്ട് അഥവാ GST വരുന്നതിൻ്റെ മുന്നേ പിരിച്ചത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോരോ റേറ്റ് ഓഫ് ടാക്സ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കേരളത്തിലൊരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ കേരളത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു റേറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ വേറെ റേറ്റ് ഓഫ് ടാക്സ് ആണ്. 1,00,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റിന് കേരളത്തിൽ 5% ആണെങ്കിൽ 1,00,000 5% ടാക്സും കൊടുക്കണം.
മഹാരാഷ്ട്രയിൽ സെയിം പ്രൊഡക്റ്റിന് 25% ആണെങ്കിൽ 1,25% അവിടെ കൊടുക്കണം. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും വാറ്റിൽ റേറ്റ് ഓഫ് ടാക്സ് ഡിഫറെൻ്റ് ആകുമ്പോൾ ഒരേ പ്രൊഡക്റ്റ്, ഒരേ കമ്പനി, ഒരേ ക്വാളിറ്റി, കളറിൽ വ്യത്യാസമില്ല. സെയിം പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇതിൽ എവിടെയാണ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ ഇൻഡെപ്ത് കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വളരെ ഇൻഡെപ്തായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്ത് എന്ത് വേണം? കുറേ ഫോറിൻ കറൻസികൾ വരണം. ഇപ്പോൾ ഫോറിൻ കറൻസി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വഴികൾ, ഒന്ന് എക്സ്പോർട്ടാണ്. നമ്മുടെ രാജ്യത്തിൽ നിന്ന് ധാരാളം പ്രൊഡക്റ്റുകൾ വേറെ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫോറിൻ കറൻസി ഓട്ടോമാറ്റിക്കായിട്ട് $US ഇഷ്ടംപോലെ നമ്മളെ കൺട്രിയിലേക്ക് വരും. ഇപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് കൂടാനുള്ള മെയിൻ റീസൺ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സിമ്പിൾ ആൻസർ ഇങ്ങനെയാണ്: എക്സ്പോർട്ട് കുറഞ്ഞു. അതായത് നമ്മളെ രാജ്യത്തിൽ ഡോളറിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂടുകയാണ്. ഇപ്പോൾ പ്രസന്റ്ലി 83 രൂപ സംതിങ് ആണ് എന്ത് കൊടുക്കേണ്ടി വരുന്നത്? ഒരു ഡോളറിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ 83 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ 83 രൂപ കൊടുത്താൽ ഒരു $US കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും അതിന് വില കൂടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ 5 രൂപയുടെ അടുത്തായിരുന്നു ഒരു ഡോളറിൻ്റെ കോസ്റ്റ്. അഥവാ 5 രൂപ കൊടുത്താൽ നമുക്കൊരു $1 കിട്ടും. പിന്നീട് അത് കൂടി 50 ആയി, 60 ആയി, 70 ആയി, 80ൻ്റെ മുകളിലായി. അതിൻ്റെ റീസൺ എന്താ? നമുക്ക് ഡോളറിൻ്റെ റിക്വയർമെൻറ്റ് കൂടി. ഡോളറിൻ്റെ റിക്വയർമെൻറ്റ് കൂടുമ്പോൾ ഇപ്പോൾ ഇബാദ്ക്കൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. ഇപ്പോൾ ഇബാദ്ക്ക് അറിയാം അയാൾക്ക് ഇബാദ്ക്കന് അത്രയും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഇബാദ്ക്ക് എന്ത് ചെയ്യാം? ഇബാദ്ക്ക പറയുന്ന പണം അയാൾ തരാൻ ബില്ലിംഗ് ആവും. ഇപ്പോൾ ഒരു ഡോളർ സെല്ലർ എടുത്ത് പോയിട്ട് നമ്മൾ ഡോളർ ആവശ്യപ്പെടുമ്പോൾ, നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്ന് വരുമ്പോൾ നമ്മൾക്ക് ഡോളറിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂട്ടും? പ്രൈസ് കൂട്ടും. ഞാനതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. പല റീസൺസ് വേറെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കൺട്രി വളരണം എന്നുണ്ടെങ്കിൽ നമ്മളെ എന്ത് കൂട്ടണം? ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി കൂട്ടണം. ഇത് കുറച്ച് കൊണ്ടുവരണം. നമ്മളെ രാജ്യം എപ്പോഴും ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറൻസിയുടെ മൂല്യം കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ പ്രൈസ് കുറക്കണം. അതായത് 1 രൂപക്ക് $1 രൂപ കൊടുത്താൽ $1 കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കൺട്രിയുടെ വലുപ്പം എത്ര വലുതായിരിക്കും? അപ്പോൾ അത് ശരിക്കും ആരാവശ്യമാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ രാജ്യത്ത് ഒരു ആംഗിളിൽ എക്സ്പോർട്ട് നടക്കണം, വേറൊരു സൈഡിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം. അതായത് വിദേശ കമ്പനികൾ വന്നിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ $1 ആയിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിൻ്റെ ഇഷ്ടം പോലെ അവൈലബിലിറ്റി നമ്മളെ രാജ്യത്ത് വരും. അപ്പോൾ ഇതാരാവശ്യമാണ്? സെൻട്രൽ ഗവൺമെൻറ് ആവശ്യമാണ്. അപ്പോൾ ഒരു വിദേശ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻ്റ്ലി അവരൊരു പ്രൊഡക്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും, ഇന്ത്യയിലെ എല്ലാ യൂണിയൻ ടെറിട്ടറികളിലും വിൽക്കുക എന്നുള്ളൊരു വലിയ മാർക്കറ്റ് കണ്ടിട്ടാണ് അവർ വരുന്നതെങ്കിൽ, അപ്പോൾ ഒരു ഫോറിൻ കമ്പനി, ഒരു വിദേശ കമ്പനി വന്നിട്ട് ഇന്ത്യയിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, അല്ലെങ്കിൽ അവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റിനെ കണ്ടിട്ട് അവർ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ GST വരുന്നതിന് മുന്നേയുള്ള പ്രോബ്ലം എന്താണെന്നറിയോ? ഓരോ സ്റ്റേറ്റിലും അവരുടെ പ്രൊഡക്റ്റിന് വ്യത്യസ്ത ടാക്സ് റേറ്റാണ്. കാരണം വാറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുകൾ പിരിക്കുന്ന ടാക്സ് അല്ലേ, അവർക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നു അത്രയും സ്റ്റേറ്റിൽ വാറ്റിൻ്റെ പ്രൊസീജിയേഴ്സ്, വാറ്റിൻ്റെ കളക്ഷൻ, അതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ വേറൊരു ഇൻവെസ്റ്റർ, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ഒരു രാജ്യത്ത് വന്നിട്ട് അവരെ ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആക്സസും സിംപ്ലിസിറ്റിയുള്ള രാജ്യത്തെ അവർ ബിസിനസ് ചെയ്യൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആലോചിക്കുക, എന്തിനാ ഇപ്പം എത്ര കഷ്ടപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യുന്നത്? ഇതിനേക്കാളും സിംപ്ലിസിറ്റിയുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള കൺട്രിയിൽ അവരെന്ത് ചെയ്യാം? ചേക്കേറാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്ത് എന്ത് വേണം? യൂണിഫോം ടാക്സ് സിസ്റ്റം വേണം. അഥവാ ഇപ്പോൾ സെൻട്രൽ എക്സൈസ് ആണെങ്കിൽ ഈ 3 ബിസിനസ് ആണല്ലോ രാജ്യത്ത് മെയിനായിട്ടുള്ളത്. ഈ 3 ബിസിനസ്സിലെ സെൻട്രൽ എക്സൈസിലും സർവീസ് ടാക്സിലും പ്രസൻ്റ്ലി പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ യൂണിഫോം സിസ്റ്റമാണ്, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. പക്ഷേ വാറ്റിൽ എന്തില്ല? യൂണിഫോമിറ്റി ഇല്ല. അതിനാണിത് കൊണ്ടുവന്നത്. അപ്പോൾ യൂണിഫോമിറ്റി ഉണ്ടാവണമെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞാൽ എല്ലാവരും വാറ്റിൽ ഒരേ റേറ്റ് ഓഫ് ടാക്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കണമെന്നില്ല. കാരണം സെൻട്രൽ അംഗീകരിക്കുന്നവരല്ല എല്ലാ സ്റ്റേറ്റും. ഇനി അംഗീകരിക്കുന്നവരാണെങ്കിലും ശരി,
ഇപ്പോൾ ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഒരു യൂണിഫോം റേറ്റ് എല്ലാവരും വെക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിളിൽ പറയാം, ഇപ്പോൾ ടി വിക്ക് എല്ലാവരും ഒരു 10% വെച്ചോ സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണെങ്കിൽ എല്ലാവരും 10% വെക്കണമെന്നില്ല. ഇപ്പോൾ സ്റ്റേറ്റിന് അംഗീകരിക്കുന്ന ഒരു സെൻട്രലിൽ അംഗീകരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. അവർ പ്രസൻ്റലി ടി വിക്ക് ഒരു 40% ടാക്സ് വാങ്ങുന്നതെങ്കിൽ സെൻട്രൽ പറയാണ് 10% വെച്ചോ എന്ന് പറയുമ്പോൾ അവരുടെ റവന്യൂ കുറയൂലേ? കുറയും. ഇതിപ്പോൾ യൂണിഫോമായി. അപ്പോൾ യൂണിഫോം ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിയമം വേണം. എല്ലാവരും ഒരേ റേറ്റ് ഓഫ് ടാക്സ് ഈ പറയുന്ന വാറ്റിൽ കൊണ്ടുവരണം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, ഞാൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയണം. അപ്പോൾ ഈ പറയുന്ന 3 ടാക്സ് സിസ്റ്റത്തിലും മെയിനായിട്ട് എന്ത് വേണം? യൂണിഫോമിറ്റി വേണം. ആ യൂണിഫോമിറ്റി വരണമെങ്കിൽ ഈ വാറ്റിൽ ശരിക്കും ആർക്കൂടി അധികാരം വേണം? സെൻട്രൽ ഗവൺമെൻറ് അധികാരം വേണം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊപ്പോസൽ ഇടുകയാണ്. അത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രൊപ്പോസൽ എന്താണെന്ന് വെച്ചാൽ, മാനുഫാക്ചറിങ് കമ്പനിയുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന സെൻട്രൽ എക്സൈസും ഒരു സർവീസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന സർവീസ് ടാക്സും ഇപ്പോൾ 100% ആരാ പിരിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ് പിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പറയാണ് സ്റ്റേറ്റുകളോട്, അതിൻ്റെ 50% നിങ്ങൾക്ക് തരാം, 50% ഞാൻ എടുത്തോളാം, അഥവാ ഞങ്ങൾ എടുക്കാം. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കയ്യിലുള്ള, നിങ്ങൾ ട്രേഡിംഗ് ബിസിനസിന്റെ കയ്യിൽ നിന്നും മാനുഫാക്ചറിങ് കമ്പനിയുടെ കയ്യിൽ നിന്നും പിരിക്കുന്ന ടാക്സിന്റെ പകുതി ഞങ്ങൾക്കും താ, നിങ്ങളും എടുത്തോ. അപ്പോൾ ഇതൊരു ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു പ്രപ്പോസൽ വരുമ്പോൾ ഈ പറയുന്ന വാറ്റിൽ ആർക്കും കൂടി പവർ വരികയാണ്? സെൻട്രൽ ഗവൺമെന്റിനും കൂടി അധികാരം വരികയാണ്. നമ്മുടെ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രപ്പോസൽ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി രാജ്യത്തിലെ മേജർ സ്റ്റേറ്റും അത് അംഗീകരിക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവരും അംഗീകരിക്കാൻ ഓട്ടോമാറ്റിക്കലി നിർബന്ധിതരാവും, നിയമമായി. ഈ കോൺസെപ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യത്തിലെ മേജർ സ്റ്റേറ്റിലും ഈ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പാസ്സാക്കിയപ്പോൾ ബാക്കി സ്റ്റേറ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പാസ്സാക്കാൻ നിർബന്ധിതരായി. ഇതാണ് റിയാലിറ്റി. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ പ്രപ്പോസൽ അംഗീകരിക്കുമ്പോൾ ഇനി വാറ്റാണെങ്കിലും സെൻട്രൽ എക്സൈസ് ആണെങ്കിലും സർവീസ് ടാക്സ് ആണെങ്കിലും എല്ലാം ഈക്വലായിട്ട് കിട്ടും. ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ വാറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനും പകുതി കിട്ടും, സ്റ്റേറ്റിനും പകുതി കിട്ടും. മാനുഫാക്ചറിങ് കമ്പനിയുടെ 2 ടാക്സും പകുതി പകുതി. സോറി, ഞാനിപ്പോൾ ഐഫോൺ വാങ്ങിച്ചു. ഐഫോൺ വാങ്ങിച്ചാൽ 1 ലക്ഷം രൂപയാണെങ്കിൽ 18,000 രൂപ 18% ടാക്സ് ആണ്. തീർച്ചയായിട്ടും 18% ടാക്സ് ആകുമ്പോൾ 9,000 രൂപ സ്റ്റേറ്റിനും 9,000 സെൻട്രലിലും കിട്ടും. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ തത്വത്തിൽ എന്തായി? ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ഈ 3 ബിസിനസ്സുകളുടെയും ടാക്സ് തുല്യമായിട്ട് വീതിക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. അപ്പം ഇനി ഫൈനലി എന്ത് ചെയ്യണം? ഇനി ഇതിനൊരു പേരൊക്കെ ഇടണ്ടേ? ആ പേരിടൽ കർമ്മമാണ് ശരിക്കും എന്ത് സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ലീഗൽ കോൺസെപ്റ്റ് വേറെ ആംഗിളിലാണ് വരുന്നതെങ്കിലും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ ഒരു സ്റ്റോറി പറയുന്ന പോലെ പറയുകയാണ്. സൂപ്പർ. ഒരു ട്രേഡിംഗ് ബിസിനസ് ഡീൽ ചെയ്യണത് ഒരു ഗുഡ്സാണ്. മാനുഫാക്ചറിംഗ് ബിസിനസ്സും ഡീൽ ചെയ്യണത് ഗുഡ്സാണ്. ഒരു സർവീസ് ബിസിനസ് ഡീൽ ചെയ്യണത് എന്താണ്? സർവീസസ് ആണ്. അപ്പോൾ പിന്നെ ഈ വാറ്റ്, സെൻട്രൽ എക്സൈസ്, സർവീസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത പേരിട്ട് വിളിക്കണ്ടല്ലോ. ഈ ട്രേഡിംഗ് ബിസിനസ്സും മാനുഫാക്ചറിംഗ് ബിസിനസ്സും ആക്ച്വലി ഡീൽ ചെയ്യണത് ഗുഡ്സാണ്. ഒരു സർവീസ് ബിസിനസ് ഡീൽ ചെയ്യണത് സർവീസുമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ടാക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സുകളെ രണ്ട് ബിസിനസ് ഡീൽ ചെയ്യുന്ന ഗുഡ്സും ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന സർവീസും ആണെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളൊരു പേരിലേക്ക് ഇത് വരികയാണ്. എന്നിട്ട് ഗുഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്ററായ ജിയും സർവീസസിൻ്റെ ഫസ്റ്റ് ലെറ്ററായ എസും ടാക്സിൻ്റെ ഫസ്റ്റ് ലെറ്ററായ ടിയും എടുത്തിട്ട് ഈ സാധനം എന്തായി? GST ആയി. ഇതാണ് ശരിക്കും സിമ്പിളായി പറയുകയാണെങ്കിൽ GST. ഇങ്ങനെയാണ് രാജ്യത്ത് GST വന്നത്. ഈ രീതിയിൽ ചിന്തിച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളിത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ GST, CGST, SGST എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇങ്ങനെയാണ് ശരിക്കും GST വരുന്നത്. അപ്പം ഞാനൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇതിന്മേലുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണല്ലോ. അല്ലേ? ഇതിൽ അധികാരം ടാക്സ് പിരിക്കുന്ന മൊത്തം സെൻട്രൽ ഗവൺമെന്റ് ആണ്. എന്ത് സാധനം വാങ്ങിച്ചാൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഐഫോൺ വാങ്ങിച്ചാൽ ഒരു 18% GST കൊടുത്താൽ അത് പോകുന്നത് സെൻട്രലിലേക്കാണ്. അവിടെ നിന്ന് സ്റ്റേറ്റിന്റെ വിഹിതം ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അത് അങ്ങനെയല്ല വരുന്നത്. പക്ഷേ അതിന് ഞാനൊരു ക്ലാരിറ്റി തരാം. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഇങ്ങനെയാണ്. അതായത് ഇപ്പം നമുക്കറിയാൻ പറ്റും GST എന്ന് പറയുമ്പോൾ ശരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും ഒരേപോലെ
അധികാരം ഉള്ള ഒരു നിയമമായിട്ട് മാറി. മതി. പണ്ട് വാറ്റാണെങ്കിൽ അത് പ്യുവർലി ആരുടെ ടാക്സ് ആണ്? സംസ്ഥാന സർക്കാരുടെ ടാക്സ് ആണ്. ആ നിയമം ആര് പിരിച്ചു? അത് സംസ്ഥാന സർക്കാർ നിയമസഭകളിൽ പാസ്സാക്കി അവർ പിരിച്ച ടാക്സ് ആണ്. സെൻട്രൽ എക്സൈസ് ആണെങ്കിലും സർവീസ് ടാക്സ് ആണെങ്കിലും അത് ലോക്സഭയും രാജ്യസഭയും അടങ്ങുന്ന പാർലമെന്റാണ് ആ നിയമം പാസ്സാക്കി പിരിക്കുന്നത്. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ആണ്. ഇപ്പൊ GST വന്നപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഗവൺമെന്റിനും ഒരുപോലെ അധികാരം പങ്കിടാൻ പറ്റുന്ന മേഖലയാണ്. അതുകൊണ്ട് നമ്മളെ രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വലിയ അമെൻമെന്റ്സ് വരുത്തിയിട്ട് GST കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിൽ ഉണ്ടാക്കി. GSTയെ കൺട്രോൾ ചെയ്യാനും GSTയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് GST കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിൽ ഉണ്ടാക്കി. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ട് ആ GST കൗൺസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവുകളെ വെച്ചിട്ടാണ് ആക്ച്വലി എന്തുണ്ടാക്കിയത്? GST കൗൺസിൽ ഉണ്ടാക്കിയത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള 2 മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്ററും പിന്നെ സ്റ്റേറ്റുകളുടെ റവന്യൂ ഇൻചാർജുള്ള ഒരു കേന്ദ്രമന്ത്രി. ഈ 2 മന്ത്രിമാരും സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും ഓരോ മന്ത്രിമാരും വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയ GST കൗൺസിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരായിരിക്കും? GST കൗൺസിലായിരിക്കും. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും അതുപോലെ തന്നെ എന്താ പറയുക നിയമസഭകളും ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, ഇനി എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ GST കൗൺസിലാണ്. ഇത് ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാണ്. അതെ. അതെന്തായാലും GSTയെ കുറിച്ചുള്ള യാത്രയാണ് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ വരുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് GST പരമായിട്ട് ഈ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലായോ എന്നുള്ളതിനെ കമൻറ്റ് ചെയ്യട്ടെ കേട്ടോ. വീണ്ടും കാണാം. താങ്ക് യു.